ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതി നിലനിൽക്കെ ലോകത്തെ എണ്ണക്കയറ്റുമതിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ലോകശക്തികൾ കഠിന പ്രയത്നത്തിലാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന നിർണായകമായ ഫോൺ സംഭാഷണം ആഗോള ശ്രദ്ധ നേടുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരം ഏറ്റെടുത്ത ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ സംഭാഷണം കേവലം ഒരു സൗഹൃദ സംഭാഷണമായിരുന്നില്ല. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഹോർമുസ് കടലിടുക്ക് ഗതാഗത യോഗ്യമായി നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ സഹകരണം ട്രംപ് തേടി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ വ്യക്തമാക്കിയതുപോലെ ഹോർമുസ് കടലിടുക്ക് തുറന്ന് പ്രവർത്തിക്കേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇരു നേതാക്കളും ചർച്ചയിൽ ഊന്നി പറഞ്ഞു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം ലഘൂകരിക്കുന്നതിനും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി മോദി ട്രംപിനെ അറിയിച്ചു. ഉപയോഗപ്രദമായ സംഭാഷണം എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നത്? പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ ചെറിയ ജലപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണക്കയറ്റുമതിയുടെ ഏകദേശം 20 മുതൽ 30% വരെ കടന്നുപോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാത അതീവ നിർണായകമാണ്. നമ്മുടെ ഇന്ധന ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിൽ വലിയ തോതിൽ വരുന്നത് ഈ വഴിയിലൂടെയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ തടസ്സവും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില വർധനവിനും അതുവഴി സമാധാന സാമഗ്രികളുടെ വിലക്കയറ്റത്തിനും കാരണമാകും. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ട ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും കൂപ്പുകുത്തും. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഇന്ത്യ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ തുറന്നടിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ലോക്സഭയെ അറിയിച്ചു. ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സർക്കാർ നിരന്തരം നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയുടെ വ്യാപാര പാതകളെ ബാധിച്ചുവെന്നും ഇന്ധനത്തിന് പുറമെ വളങ്ങളുടെ ഇറക്കുമതിയെയും ഇത് ബാധിച്ചുവെന്നും രാജ്യസഭയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ധന പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലച്ചിരിക്കുകയാണെന്നും ഇതിൽ നിന്നും കരകയറാൻ ഏറെ സമയമെടുക്കുമെന്നും മോദി മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൻ ഇടപെട്ട് വലിയ പുരോഗതി ഉണ്ടാക്കിയെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണം 5 ദിവസത്തേക്ക് നീട്ടിവെച്ചതായും ടെഹ്റാനുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നുവെന്നുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ അമേരിക്കയുടെ ഈ അവകാശവാദങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ട്രംപിന്റെ പ്രസ്താവന കേവലം വ്യാജവാർത്ത മാത്രമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗാർ ഗാലിബാഫ് വിശേഷിപ്പിച്ചു. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടത്തിയിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. സാമ്പത്തിക എണ്ണ വിപണികളിൽ കൃത്രിമം കാണിക്കാനും ഇസ്രയേലിനേറ്റ തിരിച്ചടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള ട്രംപിന്റെ തന്ത്രമാണിതെന്നും ഇറാൻ ആരോപിക്കുന്നു. US ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതായും ബ്രിട്ടീഷ് ദിനപത്രമായ ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. മേഖലയിലെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തി സംഘർഷം ലഘൂകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനോട് ഇറാനോ അമേരിക്കയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിലെ അനിശ്ചിതത ഓഹരി വിപണികളെയും കറൻസി മൂല്യത്തെയും ബാധിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ നേരിയ സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രൈറ്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങൾ കാരണം ചരക്ക് നീക്കത്തിനുള്ള സമയം വർദ്ധിക്കുകയും കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരുകയും ചെയ്തു. ഇത് ആഗോള വ്യാപാരത്തിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ത്യൻ സർക്കാർ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഊർജ്ജ ഇറക്കുമതിക്കായി റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധം പുലർത്തുന്നുമുണ്ട്. ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം ഇന്ത്യൻ ഉപഭോക്താക്കളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം കേവലം ഒരു ജലപാതയുടെ അവകാശവാദം മാത്രമല്ല, അത് ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ട്രംപ് മോദി സംഭാഷണം ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആഗോള നീക്കങ്ങളുടെ ഭാഗമാണ്. എങ്കിലും അമേരിക്കയുടെ അവകാശവാദങ്ങളും ഇറാന്റെ നിഷേധവും പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകൾ എത്രത്തോളം സങ്കീർണമാണെന്നും കാണിച്ചു തരുന്നു. സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുമ്പോഴും യുദ്ധഭീതി പൂർണ്ണമായും ഒഴിയാത്ത ഈ സാഹചര്യം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഓരോ നയതന്ത്ര നീക്കവും ആഗോള ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ളതാണ്.